മേയർ വി രാജേഷ് തന്നെ നേരിട്ട് എത്തുകയാണ്. രാജേഷ്, ആദ്യം തന്നെ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ഇപ്പോ കേൾക്കാം. അതെ രാജേഷ്, ഒരു വലിയ ഉത്തരവാദിത്തമാണ് താങ്കൾക്ക് നിറവേറ്റാനുള്ളത്. എങ്ങനെയാണ് കാണുന്നത്? എല്ലാ പ്രതീക്ഷയും നേതാക്കൾ അർപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ ഈ വിജയത്തിലാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിന് വിജയകരമായി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. നിരവധി സംസ്ഥാനങ്ങൾ, നിരവധി മുനിസിപ്പാലിറ്റികൾ, നിരവധി മുനിസിപ്പൽ കോർപ്പറേഷനുകളൊക്കെ തന്നെ വിജയകരമായി ഭരിച്ച് മുന്നോട്ട് പോകുന്ന മാതൃകകൾ ഞങ്ങളുടെ ഉണ്ട്. അടിസ്ഥാന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ദീർഘകാലാടിസ്ഥാനത്തുള്ള പദ്ധതികൾ എങ്ങനെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാം, ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മാതൃകകളുണ്ട്. നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരു ദേശീയ നേതാവ് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനുണ്ട്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളെ കൈപിടിച്ച് വഴികാട്ടുവാനുണ്ട്. ഈ ആത്മവിശ്വാസത്തിനോട് ഞങ്ങൾക്ക് നന്നായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കോർപ്പറേഷൻ നയിക്കാൻ സാധിക്കും. ആഗ്രഹത്തിനനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മുതൽ പ്രചരണ രംഗത്തുടനീളം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വരവാണ്. വികസന രേഖ അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രി എത്തും എന്നതായിരുന്നു നിങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമന്ത്രിയെ മുൻനിർത്തി തന്നെ ആയിരുന്നു പ്രചരണമൊക്കെ. പ്രധാനമന്ത്രി എപ്പോൾ എത്തും? പ്രധാനമന്ത്രി ഞങ്ങൾ പറഞ്ഞത് ഡിസംബർ 13 വോട്ടെണ്ണി, ഡിസംബർ 14 ഡേ 1 മുതൽ 45 ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇനി ഒരു 32 ദിവസത്തിനകം വരേണ്ടതാണ്. അതിന് മുൻപ് എത്തിക്കാനുള്ള പരിശ്രമമാണ്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തി തിരുവനന്തപുരത്ത്. എന്താണ് രാജേഷ് നിങ്ങളുടെ പ്രധാന പ്രയോറിറ്റി? താങ്കൾ ഈ തെരുവുനായ പ്രശ്നം ഒക്കെ ഒരു പ്രയോറിറ്റിയായി ചൂണ്ടിക്കാട്ടുന്നത് കണ്ടു. എന്തിനൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്? നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളായി, ഏറ്റവും ആദ്യം പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങളായി താങ്കൾ കാണുന്നത് എന്തൊക്കെയാണ്? പ്രയോറിറ്റിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനാദ്യം പരിഗണന കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3-4 കാര്യങ്ങൾ, സാമ്പത്തികം, തിരുവനന്തപുരത്തെ സമ്പദ്ഘടന മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സ്പിരിച്വൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം ഉൾപ്പെടെയുള്ള 4 കാര്യങ്ങൾ ഒക്കെ ചെയ്യും. അടിയന്തരമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് കോർപ്പറേഷൻ ചുമതല ഏറ്റതിനു ശേഷം തോന്നിയത് നമുക്ക് കോടിക്കണക്കിന് രൂപ നികുതി പിരിച്ചു കിട്ടാനുണ്ട്. പല സ്ഥാപനങ്ങളും പലരും നികുതി അടയ്ക്കാറുണ്ട്. ബോധപൂർവ്വം അടയ്ക്കാനുള്ളവരുണ്ട്, മറ്റ് ന്യായമായ കേസുകളിൽ പെട്ട് കിടക്കുന്നവരുണ്ട്. അപ്പോൾ ബോധപൂർവ്വം അടയ്ക്കാനുള്ളവർ അങ്ങനെ വിടാൻ പറ്റില്ല. കോർപ്പറേഷൻ കിട്ടാനുള്ള പണം കിട്ടിയേ പറ്റുള്ളൂ. മറ്റൊന്ന്, കേസുകൾ, കോടതിയിൽ നടക്കുന്ന കേസുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. പല കേസുകളും എന്ത് കാരണം കൊണ്ടാണ് ഇത്രത്തോളം താമസിക്കുന്നത്? ഞാനൊരു അഭിഭാഷകനാണ്. ഇത്രത്തോളം കേസുകൾ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും താമസിക്കുന്നത് കോടിക്കണക്കിന് രൂപ കോർപ്പറേഷൻ കിട്ടാൻ കിടക്കുമ്പോൾ ആസ് ഏർലി പോസിബിൾ അത് കളക്ട് ചെയ്തെടുക്കുവാനാണ് ശ്രമിക്കേണ്ടത്. അക്കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അതിന്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അതുപോലെ നമ്മുടെ വാഹനങ്ങൾ കാര്യമായിട്ട് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു വിവരം ഞങ്ങൾക്ക് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏറെക്കുറെ കുറെ കാര്യങ്ങൾ ശരിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ വരുമാനം കൂടുതൽ, കോർപ്പറേഷന് കിട്ടേണ്ട പണം പരമാവധി കളക്ട് ചെയ്തെടുക്കുവാനും നികുതി ചോർച്ച, വരുമാന ചോർച്ച തടയുവാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കും. തീർച്ചയായും അതൊക്കെയാണ് പ്രധാന പ്രയോറിറ്റികളായി NDA കാണുന്നത്, പ്രധാനമായും BJP കാണുന്നത്. രാജേഷ്, ഇവിടെ നോക്കൂ, തലസ്ഥാനം പിടിച്ചു, ഇനി കേരളം, അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നതാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ന് തന്നെ മാധ്യമങ്ങളോട് പ്രതികരണമായി പറഞ്ഞത്. നേരത്തെ പ്രധാനമന്ത്രി തന്നെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനുമായി തിരുവനന്തപുരം കോർപ്പറേഷനെ ബന്ധിപ്പിച്ച് ആശംസാ സന്ദേശത്തിലൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുജറാത്താണോ കേരളം? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന വോട്ട് കണക്കുകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആ പ്രതീക്ഷയ്ക്കൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? തീർച്ചയായിട്ടും തിരുവനന്തപുരം ഞങ്ങളുടെ സംസ്ഥാനത്തിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് അത് കേരളത്തിൽ പ്രതിഫലിക്കും. ഞങ്ങൾക്കൊരു സ്ഥലത്ത് ഭരണം ലഭിച്ചാൽ ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുന്നതെന്ന് ഞങ്ങൾ തിരുവനന്തപുരം മാതൃകയായി കാണിച്ചു കൊടുക്കും. തിരുവനന്തപുരം മാതൃകയാണ് എന്ന് പറയുമ്പോൾ തന്നെ നോക്കൂ, ആദ്യമായി ഒരു കോർപ്പറേഷൻ പിടിക്കുകയാണ്. കേന്ദ്ര മന്ത്രിയും സംസ്ഥാന അധ്യക്ഷനും ഒക്കെയുണ്ട്, പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഒക്കെ അനുഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യ ദിവസം തന്നെ കല്ലുകടിയാണ്. ശ്രീലേഖ, താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ വന്നതാണ്. വൈസ് ചെയർപേഴ്സൺ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും വോട്ട് ചെയ്ത് അതിനുശേഷം ആ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രീലേഖ പുറത്തു പോകുന്നു. വലിയ അതൃപ്തി അവർക്കുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ഉച്ചവരെ ഉറപ്പിച്ച മേയർ സ്ഥാനമാണല്ലോ താങ്കൾ തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വലിയ അതൃപ്തി ഉണ്ടെന്ന് പറയുന്നു. ഇതൊരു കല്ലുകടിയാകുമോ? അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ വാർത്തകൾ വെറുതെ കൊടുക്കുന്നത്. ഓക്കെ,
വി രാജേഷാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം എന്തായാലും ശ്രീലേഖയോട് കാര്യം ചോദിച്ചപ്പോൾ തന്നെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വളരെ നന്ദി വി രാജേഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ നമുക്കൊപ്പം മറ്റ് പാനലിസ്റ്റുകൾ ചേരുകയാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ BJP ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ വലിയ മനക്കോട്ട കെട്ടുകയാണ്. ആ ഘട്ടത്തിൽ അവർക്ക് നഷ്ടമുണ്ടായിട്ടില്ല, കുറച്ച് നേട്ടമുണ്ടായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നതായിരുന്നു കണക്കുകൾ. അവരെ സംബന്ധിച്ച് തിരുവനന്തപുരം